നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെസ് ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ബെലാറഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ വിക്ടർ കുപ്രൈച്ചിക്കും ബ്രസീലിയൻ ഗ്രാൻഡ് മാസ്റ്റർ ജെയിംസ് സണ്ണി നെറ്റോയും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമും സജസ്റ്റ് ചെയ്തിരിക്കുന്നത് പാരാമൗണ്ട് ചെസ് ആണ്. അവരുടെ വെബ്സൈറ്റിൽ 200 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ചെസ് സെറ്റുകളുണ്ട്. അതിൽ ഏത് ചെസ് സെറ്റ് വാങ്ങുന്നെങ്കിലും മലയാളം 15 എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ട് കിട്ടും. ചെസ് സെറ്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വെറൈറ്റി ചെസ് സെറ്റുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സൈറ്റിൽ നിന്നും ചെസ് സെറ്റ് സെലക്ട് ചെയ്ത ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്കിനി ഗെയിമിലേക്ക് പോകാം. ഈ ഗെയിമിൽ കുപ്രൈച്ചിക്ക് വൈറ്റ് സൈഡും ജെയിം നെറ്റോ ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള ഗെയിമുകളിലെല്ലാം ഇവിടെ വൈറ്റ് നൈറ്റിനെ C3യിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ D4 സ്കോർ കൺട്രോൾ ചെയ്ത ശേഷം D4 മൂവ് കൊണ്ട് ഓപ്പൺ സിസിലിലേക്ക് പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ ഗെയിമിൽ കുപ്രൈച്ചിക്ക് ഇങ്ങനെ ഓപ്പൺ വേരിയേഷനിലേക്ക് പോകുന്നില്ല. അടുത്ത നൈറ്റിനെ C3യിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്ലോസ്ഡ് വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കും നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ് മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ആദ്യം A6 മൂവ് ചെയ്തുകൊണ്ട് ഈ B5 സ്കോർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ കൂടെ F3യിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ സാധാരണയായിട്ട് E6 D6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പുകളുടെ ഡയഗണലുകൾ ഓപ്പൺ ചെയ്യുന്നതാണ് മെയിൻ മൂവ്. എന്നാൽ ഈ ഗെയിമിൽ ബ്ലാക്ക് മൂന്നാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. B5 മൂവ് ചെയ്തുകൊണ്ട് ലൈറ്റ് സ്ക്വയർ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം നൈറ്റിനെതിരെ ഒരു അറ്റാക്കിംഗ് സാധ്യതയും ഉണ്ടാക്കിയെടുക്കുന്നു. ഇവിടെ കുപ്രൈച്ചിക്ക് വേഗത്തിൽ സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. D4 മൂവ് ചെയ്തുകൊണ്ട് C5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോൺ ഇട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചുവിട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് ബിഷപ്പിനെ B7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണലിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പിനെ D3യിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ടോ കൊടുക്കുന്നതോടൊപ്പം കാസ്റ്റിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്തുകൊണ്ട് അടുത്ത ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് കിങ് സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. വൈറ്റ് കിങ് സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്തതോടെ ബ്ലാക്ക് വേഗത്തിൽ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. ആദ്യം ക്വീനെ C7ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ബ്ലാക്കിന് ഈ പകുതി ഓപ്പൺ ആയിട്ടുള്ള C5ലേക്കും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ H2 സ്കോറിലേക്കും നേരിട്ട് കൺട്രോൾ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം വൈറ്റിൻ്റെ E4 പോൺ മുന്നോട്ടൊന്ന് പ്രധാനപ്പെട്ട ഈ 2 സ്കോറുകൾ കൺട്രോൾ ചെയ്യുന്നത് തടയാനും കഴിയുന്നുണ്ട്. ആ പോണിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് വൈറ്റ് E5ലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരികയാണ്. ക്വീനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E5ലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. എന്നാൽ ബ്ലാക്കും E5 സ്കോർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നതോടൊപ്പം D4 നൈറ്റിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. ഇപ്പോൾ D4 നൈറ്റിന് സപ്പോർട്ടില്ല. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് പോയിച്ച് നൈറ്റ് കൊണ്ടുവന്നു. ബ്ലാക്ക് ക്വീന് പോയിച്ച് തിരിച്ചു കൊട്ടുന്നു. ഇതോടെ ബ്ലാക്ക് ഇൻഡയറക്റ്റായിട്ട് ഈ E5 മൂവ് തടഞ്ഞിരിക്കുകയാണ്. വൈറ്റ് ഇപ്പോൾ E5 മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകും. അതുകൊണ്ട് വൈറ്റ് വേഗം ഈ ക്വീനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം A4 മൂവ് ചെയ്തുകൊണ്ട് B5 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോണ വെച്ച് പോണിട്ടാണെങ്കിൽ റൂക്ക് വെച്ച് തിരിച്ചൊട്ടിയ ശേഷം റൂക്കിനെ C4ലേക്ക് കൊണ്ടുവന്ന് ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ ഡയഗണലിൽ നിന്ന് ഒഴിവാക്കാനാണ് വൈറ്റിൻ്റെ പ്ലാൻ. ഇനിയിപ്പോൾ പോണ വെച്ച് പോണിട്ടാതെ അടുത്ത പീസിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും വൈറ്റിന് പോണ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ആ പോണിന് 3 പീസുകളുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോണ വെച്ച് പോണിട്ടാനോ അല്ലെങ്കിൽ അടുത്ത പീസിനെ ഡെവലപ്പ് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം B3 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ശരിക്കും ഈ ഒരു മൂവ് മാത്രമല്ല, ഇനിയുള്ള ഓരോ മൂവിലും വൈറ്റ് അടുത്തായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. വൈറ്റ് ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നൈറ്റിനെ D5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോൺ ഉപയോഗിച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ആ ക്വീനെ നേടിയെടുക്കുക എന്നതാണ് വൈറ്റിൻ്റെ പ്ലാൻ. അതുകൊണ്ട് ബ്ലാക്കിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ആ നൈറ്റ് ബോർഡിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട സ്കോറുകളെല്ലാം ആ നൈറ്റിൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ വേഗം അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റിനെ F6ലേക്ക് കൊണ്ടുവരുന്നതിന് പകരം E7ലേക്കാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ആവും.
അതുകൊണ്ട് തന്നെ വൈറ്റിന് നൈറ്റ് വെച്ച് ഈ B4 പോയിന്റ് ഇട്ടുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ ഈ ഡയഗണലിൽ നിന്നും ഒഴിവാക്കാൻ കഴിയും. ആ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് E7 പകരം നൈറ്റിനെ F6 തന്നെ ഡെവലപ്പ് ചെയ്തത്. വൈറ്റിന് വേണമെങ്കിൽ ഇപ്പോൾ ഈ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് കിങ് സൈഡിലെ പോൺ സ്ട്രക്ചർ വീക്കാക്കാൻ ശ്രമിക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ബിഷപ്പിനെ C4 കൊണ്ടുവന്ന് ആ നൈറ്റിന് ഒരു സപ്പോർട്ടോ കൊടുക്കുന്നു. ഈ മൂവിന് പിന്നിലെയും പ്രധാന ഉദ്ദേശം ബ്ലാക്കിൻ്റെ ഈ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ബാറ്ററി ഇല്ലാതാക്കുക എന്ന് തന്നെയാണ്. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചു വെട്ടാം. ഇപ്പോൾ എന്തായാലും പോൺ വെച്ച് തിരിച്ചു വെട്ടാൻ പറ്റില്ല. അങ്ങനോട്ടാണെങ്കിൽ നേരത്തെ കണ്ട പോലത്തെ ക്വീനെതിരെ അറ്റാക്കും ഡിസ്കവേർഡ് ചെക്കും വരും. അതുകൊണ്ട് എന്തായാലും ക്വീനെ എവിടെയെങ്കിലും മാറ്റേണ്ടി വരും. എങ്ങോട്ട് തന്നെ മാറ്റിയാലും ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഒട്ടിക്കൊണ്ട് ആ ബാറ്ററി ഇല്ലാതാക്കാം. ഇനി വൈറ്റിന് ഈ ഒരു അറ്റാക്ക് പേടിക്കാനില്ല. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും നൈറ്റ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നില്ല. പകരം അടുത്ത പീസിനെ കൊണ്ട് ഗെയിമിലേക്ക് കൊണ്ടുവരാണ്. ബിഷപ്പിനെ D6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് H2 സ്ക്വയറിലേക്ക് നേരിട്ടൊരു കൺട്രോൾ കൊണ്ടുവരുന്നതോടൊപ്പം കാസലിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇവിടെ കുപ്രൈച്ചിക്ക് അടുത്തൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് റൂക്കിനെ D1 കൊണ്ടുവരുന്നു. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവായിട്ട് തോന്നുമെങ്കിലും ഈ മൂവിന് പിന്നിൽ വളരെ വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്. ഈ മൂവിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പീസ് വൈറ്റിൻ്റെ ഈ സെൻറ്ററിലിരിക്കുന്ന നൈറ്റ് തന്നെയാണ്. ബ്ലാക്ക് ഒരു നൈറ്റ് എക്സ്ചേഞ്ചിലൂടെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ബിഷപ്പിനെ നേടിയെടുക്കുക എന്നാണ് ഈ മൂവിൻ്റെ പിന്നിലെ ഉദ്ദേശം. അതായത് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റ് ഔട്ടാണെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ വൈറ്റിന് ബിഷപ്പ് വെച്ച് തിരിച്ചു വെട്ടാം. ക്വീൻ നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ പോൺ വെച്ച് തിരിച്ചു വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ക്വീനെ എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടി വരും. എങ്ങോട്ട് തന്നെ മാറ്റിയാലും ഈ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക. ആ എക്സ്ചേഞ്ചിന് ശേഷം വൈറ്റിന് ഈ ഒരു ബിഷപ്പ് ലാഭം കിട്ടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്കിന് ഇപ്പോഴും ഈ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ കാസലിംഗ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ കാസലിംഗ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ആദ്യം ഈ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ പോൺ വെച്ച് തിരിച്ചുവിട്ടില്ലെങ്കിൽ ഒരു നൈറ്റ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. അല്ലാതെ പോൺ വെച്ച് വെട്ടുകയാണെങ്കിൽ ബിഷപ്പിനെ H7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുക. ബ്ലാക്കിനിപ്പോൾ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീൻ G4 ഒന്ന് ചെക്ക് വരികയും അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആക്കുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ബ്ലാക്കിന് ഈ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ കാസലിംഗ് ചെയ്യാനോ പറ്റില്ല. ബ്ലാക്കിന് എന്തായാലും വൈറ്റിൻ്റെ ഈ സെൻറ്ററിലിരിക്കുന്ന നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെ ഒഴിവാക്കുമ്പോൾ നേരത്തെ കണ്ട പ്രശ്നം വരാതിരിക്കുന്നതിനായിട്ട് അഡ്വാൻസ് ആയിട്ട് ബിഷപ്പിനെ അവിടെ നിന്ന് മാറ്റുകയാണ്. ബിഷപ്പിനെ C5 മൂവ് ചെയ്യുന്നു. ഈ ബിഷപ്പിനെ റൂക്കിൻ്റെ ഫയലിൽ നിന്ന് മാറ്റിയതോടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. ബ്ലാക്ക് എന്തായാലും ഈ സെൻറ്ററിലിരിക്കുന്ന നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി. എന്നാലും വൈറ്റ് ഇപ്പോൾ ഈ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ ശ്രമിക്കുന്നില്ല. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഡെവലപ്പ് ആവാത്ത ബിഷപ്പിനെ H6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെക്കോടുകൂടി നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുക്കാം. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 3 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ D8 F8 മാറാം, അല്ലെങ്കിൽ ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ E7 മാറാം. ഇതിലിപ്പോൾ ഈ 2 സ്കോറിലേക്ക് എവിടേക്ക് തന്നെ മാറിയാലും ഈ നൈറ്റിൻ്റെ സപ്പോർട്ടോടെ റൂക്കിനെ ഈ 7th റാങ്കിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കിങ്ങിനെ E7 മൂവ് ചെയ്യുന്നതെങ്കിലും റൂക്ക് വെച്ച് D7 പോയിന്റ് എടുത്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാം. അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. ആദ്യം ക്വീൻ F3 ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ തിരിച്ചു പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ G5 മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം പോൺ വെച്ച് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ G6 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീന് വെച്ച് F7 പോയിന്റ് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ കിങ് വെച്ച് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ക്വീൻ G3 ഒന്ന് ചെക്ക് വരികയും അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ സേഫാക്കാൻ ശ്രമിക്കുകയാണ്. ക്വീൻസിലേക്ക് കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ ബോർഡിൻ്റെ സെൻറ്ററിൽ നിന്നും മാറ്റുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. അടുത്തതായിട്ട് ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ B5 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബോർഡിൽ നോക്കുകയാണെങ്കിൽ ഒരേ സമയം വൈറ്റിൻ്റെ 3 പീസുകളാണ്
പോണുകളുടെ അറ്റാക്കിലിരിക്കുന്നത്. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്കുമാണ്. ആ ക്വീൻ ഇപ്പോൾ സേഫായിട്ട് പോകാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല. അതുകൊണ്ട് ഇത്തവണ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് ബിഷപ്പിനോട്ടൊന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ആ പോണിന് ക്വീനിൻ്റെ സപ്പോർട്ടുണ്ട്. ഇപ്പോഴും നേരത്തെ അതേ അവസ്ഥയിലാണ്. ക്വീന് രക്ഷപ്പെട്ടു പോകാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല, ഒരേ സ്ക്വയറേ ഉള്ളൂ. ക്വീനെ D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് നൈറ്റ് എടുത്തുകൊണ്ട് റൂക്ക് ഉപയോഗിച്ച് ഡിസ്ക് അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ അറ്റാക്കിൽ നിന്നും വേറെ അങ്ങോട്ടേക്കാണ് മാറ്റുന്നതെങ്കിൽ വൈറ്റിന് ബിഷപ്പ് വെച്ച് G7 പോയിന്റ് എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ഈ രണ്ട് പീസുകളെയും അറ്റാക്കിൽ നിന്നും രക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ക്വീനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാണ് ക്വീനെ F8 മൂവ് ചെയ്തുകൊണ്ട് G7 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ കുപ്രച്ചിക്കിൻ്റെ ഭാഗത്തു നിന്നും അടുത്തൊരു ഫോഴ്സിങ് മൂവ് വരെയാണ്. ബിഷപ്പ് വെച്ച് F7 പോയിന്റ് എടുത്തുകൊണ്ട് ക്വീനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇത്തവണ ബ്ലാക്കിന് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. ക്വീന് വെച്ച് ബിഷപ്പിനിട്ട് എടുത്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ നൈറ്റിനെതിരെ അറ്റാക്ക് വന്നതോ ഈ G5 ഓപ്പൺ ആയതോ വൈറ്റ് കാര്യമാക്കുന്നില്ല. വൈറ്റ് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. ക്വീനെ C4 കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്കിന് എന്തായാലും ഈ ബിഷപ്പിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ നൈറ്റിനെ നേടിയെടുക്കുന്നത് നല്ല മൂവല്ല. അങ്ങനെ നൈറ്റിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ ഒരു ചെക്കോട് കൂടിയായിരിക്കും ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നത്. ഈ ചെക്ക് എന്തായാലും ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് ചെയ്തിട്ടുകയും വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ കിങ് ചെക്കിൽ നിന്ന് മാറിയാലും ക്വീനെ വെച്ച് വീണ്ടും ചെക്ക് വരും. അപ്പോൾ എന്തായാലും തിരിച്ചു വരേണ്ടി വരും. ഈ സമയത്ത് B6 മൂവ് കൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് വരുമ്പോൾ അത് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ നൈറ്റിനെ നേടിയെടുക്കുന്നില്ല. പകരം ഈ അറ്റാക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. D6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും അടുത്ത സാക്രിഫൈസ് വരെയാണ്. റൂക്ക് ഉപയോഗിച്ച് D6 പോയിന്റ് എടുത്തുകൊണ്ട് റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടിക്കൊണ്ട് ഫോർക്കും ചെക്ക് വരും. ഇപ്പോൾ എന്തായാലും കിങ് ഉപയോഗിച്ച് ആ റൂക്കിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ കിങ് ചെക്കിൽ നിന്നും എങ്ങോട്ട് തന്നെ മാറിയാലും ഒരു ചെക്കോട് കൂടി ആ റൂക്കിന് ഇട്ടെടുക്കാം. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ഈ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ ക്വീനെ G5 കൊണ്ടുവന്ന് ബിഷപ്പിനെ സപ്പോർട്ടും ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ ബ്ലാക്കിനെ റൂക്ക് ഉപയോഗിച്ച് റൂക്കിനോട് എടുക്കാം. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ തന്നെ റൂക്ക് ഉപയോഗിച്ച് റൂക്കിനോട്ടാണെങ്കിൽ ബ്ലാക്കിന് അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ അവസരം കിട്ടും. അതിനുശേഷം റൂക്കിനെ D4 കൊണ്ടുവന്ന് ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ ക്വീനെ അവിടെ നിന്ന് ഒഴിവാക്കിയ ശേഷം ഈ നൈറ്റിനെ നേടിയെടുക്കാം. അല്ലാതെ ഇവിടെ ഇപ്പോൾ റൂക്ക് ഉപയോഗിച്ച് റൂക്കിനോടൊന്നിന് പകരം അടുത്ത റൂക്ക് ഉപയോഗിച്ച് സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിലും ബ്ലാക്കിന് ഈ റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ എടുക്കാം. വൈറ്റ് തിരിച്ചുവിട്ടെടുക്കുകയാണെങ്കിൽ വൈറ്റിനിവിടെ ഒരു ബാക്ക് റാങ്ക് വീക്ക്നെസ് ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആദ്യം ക്വീൻ ഉപയോഗിച്ച് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും റൂക്ക് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, ക്വീൻ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ എക്സ്ചേഞ്ചിന് ശേഷം വൈറ്റിന് റൂക്കും നഷ്ടപ്പെടും. ഇനി എൻ്റെ ഗെയിമിൽ ഒരു നൈറ്റിനെതിരെ 3 പീസുകളുള്ളതുകൊണ്ട് ബ്ലാക്കിന് ഈ ഗെയിം വളരെ ഈസിയായിട്ട് വിജയിക്കാൻ കഴിയും. ഇങ്ങനെ ബ്ലാക്കിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം സോൾവായി എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇപ്പോൾ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്നും മാറ്റാനോ അല്ലെങ്കിൽ ആ റൂക്കിന് സപ്പോർട്ട് കൊടുക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. പകരം നൈറ്റിനെ D5 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെയും റൂക്കിനെയും ഒരുമിച്ച് സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ റൂക്ക് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. അങ്ങനെ റൂക്ക് വെച്ച് റൂക്കിനിട്ടാണെങ്കിൽ ക്വീൻ വെച്ച് ബിഷപ്പിനെ ഇട്ടിക്കൊണ്ട് നേരത്തെ കണ്ടുപോലെ ഫോർക്കും ചെക്ക് വരും. ഈ ചെക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ 3 ഓപ്ഷനേ ഉള്ളൂ. അതിലിപ്പോൾ കിങ്ങിനെ D7 മൂവ് ചെയ്യുന്നതെങ്കിൽ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ചെക്ക് വരുന്നതോടൊപ്പം ഈ ക്വീനെതിരെ ഡിസ്കൗണ്ട് അറ്റാക്കും വരികയും ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും. അല്ലാതെ C8 മൂവ് ചെയ്യുകയാണെങ്കിൽ നൈറ്റിൻ്റെ സപ്പോർട്ടോടെ ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. ഇനിയിപ്പോൾ D8 മൂവ് ചെയ്താലും ഒരു ചെക്കോട് കൂടി ഈ റൂക്കിനിട്ട് എടുക്കാം. C8 മാറുന്നതെങ്കിൽ ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും.
അല്ലാതെ E8ലേക്ക് മാറിയാലും നൈറ്റ് പോയി ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ റൂക്ക് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം നൈറ്റ് സാക്രിഫൈസ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. പോൺ ഉപയോഗിച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനോട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ B8ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ പൊസിഷനിൽ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ആ മൂവ് വന്നതോടെ ബ്ലാക്ക് തോറ്റ് സമ്മതിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ A1ലെ റൂക്കിന് A5 മുഴുവൻ കൺട്രോളുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്വീനെ A7ലേക്ക് കൊണ്ട് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ കിങ്ങിന് തിരിച്ച് C7ലേക്കോ C8ലേക്കോ മാറാനുള്ള അവസരമുണ്ട്. ബ്ലാക്കിന് അങ്ങനെ ഒരു അവസരം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് ഇവിടെ അടുത്തൊരു സാക്രിഫൈസ് ചെയ്യാണ്. റൂക്കിനെ C6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ C5 മുഴുവൻ റൂക്കിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. ഇനി അടുത്ത മൂവിൽ ക്വീനെ A7ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്ത് ചെക്ക്മേറ്റ് ചെയ്യാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അത് ഒഴിവാക്കുന്നതിനായിട്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ഈ റൂക്കിനെ വെട്ടിമാറ്റിയാലും വൈറ്റിന് ക്വീൻ വെച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് A8 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാം. ഇതോടെ ഇത്രയും സ്ക്വയറുകളും ആ ക്വീൻ്റെ കൺട്രോളിലാകും. ഇനി അടുത്ത മൂവിൽ റൂക്ക് A8ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. ആ ചെക്ക്മേറ്റ് തടയാനായിട്ട് ബ്ലാക്കിന് നല്ല ഓപ്ഷനുകളൊന്നുമില്ല. വേണമെങ്കിൽ ഈ ക്വീനെ സാക്രിഫൈസ് ചെയ്യാമെന്നേ ഉള്ളൂ. അങ്ങനെ സാക്രിഫൈസ് ചെയ്താലും അത് സക്സസ് ആവില്ല. ഇപ്പോൾ ക്വീൻ വെച്ച് ചെക്ക് കൊടുത്താലും റൂക്ക് വെച്ച് വെട്ടിമാറ്റാം. ഇനി ബ്ലാക്ക് എന്ത് തന്നെ മൂവ് ചെയ്താലും ആ റൂക്കിനെ A1ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് അതേ ചെക്ക്മേറ്റിന് ശ്രമിക്കാം. ഇനിയിപ്പോൾ റൂക്ക് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാൻ ശ്രമിച്ചാലും ആദ്യം ക്വീൻ വെച്ച് ഇങ്ങനെ ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ A8ലേക്ക് മാറാൻ പറ്റുള്ളൂ. ആ സമയത്ത് റൂക്ക് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യാം. ഒരുപാട് മികച്ച മൂവുകളും ഒരു ലോഡ് സാക്രിഫൈസുകളുമുള്ള വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിം തന്നെയായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.